ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ക്രാഫ്റ്റ് റൂം സെറ്റാക്കി എടുക്കുക. അതാണ് ഈ ടേബിളിലിരുന്നാണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാറ്. അയണിങ് ടേബിളും ഇത് തന്നെയാണ്. അയൺ ചെയ്യാനായി ഒരു ഫോൾഡിംഗ് അയണിങ് ടേബിൾ മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനത് ഇഷ്ടവുമല്ല. അതിന് വീതി കുറവാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം അത് ഉണങ്ങാനായി വെക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഈ ക്രാഫ്റ്റും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്നവർക്ക് അതിന് വേണ്ടിയിട്ടൊരു റൂം അത് അത്യാവശ്യമാണ്. 2 ബെഡ്റൂമുള്ള വീട്ടിൽ അതിന് വേണ്ടിയിട്ടൊരു റൂം എന്നുള്ളത് അസാധ്യവുമാണ്. ആഗ്രഹം നമ്മുടേതാണെങ്കിൽ അതിന് വേണ്ടിയുള്ളൊരു മാർഗവും നമ്മൾ കണ്ടെത്തിയിരിക്കും. മുകളിലൊരു ഹോളുണ്ട്, പക്ഷേ അവിടെ ജനലുകളൊന്നുമില്ല. അതുകൊണ്ട് വെളിച്ചം കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാലും വേറെ മാർഗമൊന്നുമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ എനിക്ക് വേണ്ടി ഒരു ക്രാഫ്റ്റ് റൂം റെഡിയാക്കാമെന്ന് ഞാൻ കരുതി. ഇത് ടെറസിലേക്കുള്ള വാതിലാണ്. ഇതാദ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു ക്രാഫ്റ്റ് റൂം റെഡിയാക്കണമെങ്കിൽ മിനിമം ഒരു ടേബിളും സാധനങ്ങൾ വയ്ക്കാൻ ഒരു സ്റ്റോറേജും അത്യാവശ്യമാണ്, അല്ലേ? ഇമാജിനേഷൻ പിൻട്രസ്റ്റ് ക്രാഫ്റ്റ് റൂമൊക്കെയാണ്, പക്ഷേ റിയാലിറ്റി അതൊന്നുമല്ല. ഞാനൊരു സാധനവും മേടിക്കുന്നില്ല. ഇവിടെ ഉള്ളത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് റെഡിയാക്കാൻ പോകുന്നത്. ഒരു ബൾബും ട്യൂബും ഇട്ടതുകൊണ്ട് വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നം വരുന്നില്ല. ഇനി നമുക്ക് എവിടെയാണ് സൂയിങ് മെഷീൻ, എവിടെയാണ് ടേബിൾ വയ്ക്കേണ്ടത് എന്ന് തീരുമാനിക്കാം. ടേബിൾ ഉണ്ടാക്കുന്നത് ഈ ബാഗും ഈ പ്ലൈവുഡും ഉപയോഗിച്ചാണ്. ഒരു കാർഡ്ബോർഡ് കഷ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്. TV മേടിച്ചപ്പോൾ കിട്ടിയതാണ് തോന്നുന്നു. അതും ഇതിന് മുകളിൽ വയ്ക്കുന്നുണ്ട്. ഇനി ഈ പ്ലൈവുഡും ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേബിൾ ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി വേണ്ടതൊരു ഷെൽഫാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ക്രേറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കുക. ഉറപ്പിന് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ടൈ ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാം. ഞാനിത് പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ചെയ്തതാണ്. പിൻട്രസ്റ്റിൽ ഇതുപോലുള്ള കുറേ ഫോട്ടോസ് കാണാവുന്നതാണ്. ഇത് നമ്മൾ പാർട്ടിക്കൊക്കെ ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിരിക്കുന്ന പേപ്പറാണ്. ഇതാണ് ഇതിന് മുകളിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതും എൻ്റെ DIY ആണ്. ഇത് ഞാനൊരു 4-5 വർഷമായി ഉണ്ടാക്കിയിട്ട്. ഇത് ഞാനിവിടെ കൊളുത്തിയിടുന്നുണ്ട്. ഇതിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാമല്ലോ. കിച്ചണിൽ പ്ലാസ്റ്റിക് മാറ്റി കുപ്പിയിലേക്ക് മാറിയപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്ന കണ്ടെയ്നേഴ്സാണിത്. ഇതിൽ ഞാൻ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാം കാറ്റഗറി ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഓരോന്നിലിട്ട് വെക്കുന്നുണ്ട്. ഇതിനും ഒരു ഉപയോഗമായി പാത്രത്തിനും. റിബൺസൊക്കെ ഇതിലാക്കിയിട്ടുണ്ട്. ഇനി സിബും എലാസ്റ്റിക്കും ഇതിലാക്കിയിട്ടുണ്ട്. അടുത്തതിൽ ലേസ് ഐറ്റംസ്, അങ്ങനെ പിന്നെ ഒരെണ്ണത്തിൽ ത്രെഡ് ഐറ്റംസ്, അങ്ങനെ എല്ലാം വേർതിരിച്ച് ഓരോ ഇതിലാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ കട്ട് പീസ് ഇരിക്കുന്നുണ്ട്. ഇതും ഞാൻ എല്ലാം കൂടെ ഇതിലാക്കിയിട്ട് ഒരു ബാഗിലാക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ പല്ലിയൊക്കെ കയറും. ഈ ടൈലറിങ്ങും ക്രാഫ്റ്റൊക്കെ ചെയ്യണവരുണ്ടല്ലോ, ഈ സാധനങ്ങളൊന്നും കളയില്ല. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും. പിന്നെ ഇത് ഫാബ്രിക് പെയിൻറ്റ്, വാർണിഷ്, ബ്രഷ്, ഗ്ലൂ, അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ്. കുഞ്ഞു ഐറ്റംസൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. സൂചി, ബട്ടൺസ് അങ്ങനത്തെയൊക്കെ ഇതിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അതിൻ്റെ സ്ഥാനങ്ങളിൽ വയ്ക്കാം.